ഹായും അസ്സാം വലൈക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വളരെ സിമ്പിളായി എന്നാൽ അടിപൊളിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പുതിയ വീട് കേട്ടോ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തുന്നത്. മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു വീട് വരുന്നത്. ഫ്ലാറ്റ് റൂഫായിട്ടാണ് വീടിൻ്റെ എക്സ്റ്റീരിയർ മുഴുവനായിട്ടും ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓപ്പൺ സിറ്റ് ഔട്ടായി നൽകി സിറ്റ് ഔട്ടിൻ്റെ ഭാഗത്തായിട്ട് പോളികാർബൺ ഷീറ്റും കൂടെ വിരിച്ചിട്ടുണ്ട്. ഇവിടെ ഷോവാർഡിലായിട്ട് സിമെൻറ്റ് കട്ടിങ്ങിൽ തന്നെ ലൈൻസ് നൽകിയിട്ട് ബ്രൗൺ വൈറ്റ് കോമ്പിനേഷനിലായിട്ടാണ് വീടിന് മുഴുവനായിട്ടും പെയിൻറ്റ് നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ട് കാർപോർച്ച് വരുന്നുണ്ട്. കാർപോർച്ചിൽ വരുന്ന പില്ലറിനൊക്കെ ആയിട്ട് ഗ്രേ ഷെയ്ഡിലായിട്ട് ടെക്സ്ചർ പെയിൻ്റാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ആ ഒരു കാർപോർച്ചിൽ മുകൾ ഭാഗത്തായിട്ട് ഒരു ജിയായിലുള്ള ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട്. വീടിന് ചുറ്റുമായിട്ട് LED ലൈറ്റ്സും ഹാങ്ങിങ് ലൈറ്റ്സും ഒക്കെ കൊടുത്ത് നൈറ്റ് വ്യൂ അടിപൊളിയാട്ടോ. 1900 സ്ക്വയർ ഫീറ്റിൽ 36 ലക്ഷത്തിന് ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീട് യൂസുഫ് ജസീന ദമ്പതികളുടെ വീടാണ്. ഇവിടെ ഈ ഒരു സിറ്റ് ഔട്ടിലായിട്ട് 2 പില്ലർ വരുന്നുണ്ട്. ആ ഒരു പില്ലറിനായിട്ടും സിമെൻറ്റ് ടെക്സ്ചർ പെയിൻ്റാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സിറ്റ് ഔട്ടിലേക്ക് കയറി വോളിലായിട്ട് വുഡിൻ്റെ ടൈലാണ് വിരിച്ചിട്ടുള്ളത്. ആ ഒരു വോളിൽ തന്നെ 2 വിൻഡോ വരുന്നുണ്ട്. സിറ്റ് ഔട്ടിൽ 2 സൈഡിലായിട്ടും ഇരിക്കാനായിട്ടുള്ള സീറ്റിങ്ങും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ ചെയറും കൂടെ കൊടുത്തിട്ടുണ്ട്. വോളിലായിട്ട് ഹാങ്ങിങ് ലൈറ്റ്സും ഒരു അറബിക് കാലിഗ്രഫിയും കൂടെ നൽകിയിട്ടുണ്ട്. ഇവിടെയാണ് മെയിൻ ഡോർ വരുന്നത്. വുഡിലായിട്ട് സിമ്പിൾ ഡിസൈനായിട്ട് സ്റ്റീലിൻ്റെ ഹാൻഡിൽ നൽകിയിട്ടാണ് ഈ ഒരു മെയിൻ ഡോർ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ സിറ്റ് ഔട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് 4 സ്റ്റെപ്പാണ് നൽകിയിരിക്കുന്നത്. വീടിന് മുറ്റത്തായിട്ട് മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. 431/144 ഈ ഒരു സിറ്റ് ഔട്ടിൻ്റെ സൈസ് വരുന്നത്. 300/350 കാർപോർച്ചിൻ്റെ സൈസ് വരുന്നത്. സിമ്പിളായി ചെയ്തിട്ടുള്ള ഈ ഒരു മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ ലിവിങ് ഏരിയയിലോട്ടാണ് എത്തുന്നത്. വീടിൻ്റെ ഇൻറ്റീരിയർ ഉൾപ്പെടെയാണ് ഈ ഒരു വീടിന് 36 ലക്ഷം രൂപ വന്നിട്ടുള്ളത്. 1 വർഷം മുന്നേ പണിയെടുപ്പിച്ച വീടാട്ടോ ഇത്. ഇവിടെ എൽ ഷേപ്പിലായി ചിക്കു ഷെയ്ഡിലായിട്ടാണ് ഈ ഒരു സോഫ നൽകിയിട്ടുള്ളത്. സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് വുഡിലായിട്ട് വരുന്ന ഒരു ടീ ടേബിളും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സീലിംഗ് സിമ്പിളായിട്ട് ജിപ്സം വർക്കിൽ പ്രൊഫൈൽ ലൈറ്റ്സും LED ലൈറ്റ്സും കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ വോളിലായിട്ട് ഹാങ്ങിങ് ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. വിൻഡോക്കായിട്ട് റോമൻ ബ്ലൈൻഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഈ ഒരു ലിവിങ്ങിലായിട്ട് ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് TV യൂണിറ്റ് വരുന്നത്. അവിടെ തന്നെ ഒരു ഓപ്പൺ സ്റ്റോറേജ് ഏരിയയും കൂടെ നൽകിയിട്ടുണ്ട്. വുഡിലായിട്ടാണ് ആ ഒരു ഓപ്പൺ സ്റ്റോറേജ് ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്റ്റോറേജ് ഏരിയയിലായിട്ട് അറബിക് കാലിഗ്രഫിയും അതുപോലെ ഇവിടുത്തെ മോന് ഹാഫിലാട്ടോ അവരുടെ ട്രോഫീസൊക്കെയാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. 431/296 ഈ ഒരു ലിവിങ് ഏരിയയുടെ സൈസ് വരുന്നത്. ഫ്ലോറിലായിട്ട് മാർബിളാണ് വിരിച്ചിരിക്കുന്നത്. ലിവിങ് ഏരിയയിൽ നിന്നും ഡൈനിങ് ഹാളിലേക്കായിട്ട് ഒരു ഓപ്പൺ എൻട്രൻസ് വരുന്നുണ്ട്. ആ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു പാർട്ടീഷൻ നൽകിയിട്ടുണ്ട്. അവിടെ ഓപ്പൺ സ്റ്റോറേജ് ഏരിയയോട് കൂടിയിട്ട് CNC കട്ടിങ്ങോട് കൂടി വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ആ ഒരു പാർട്ടീഷൻ അവിടെ ചെയ്തിട്ടുള്ളത്. മുകളിലായിട്ട് വുഡ് പാനലിങ്ങും നൽകിയിട്ടുണ്ട്. ഈ ഒരു ലിവിങ് കഴിഞ്ഞ് ഇവിടെയായിട്ട് സ്റ്റെയർ കേസ് വരുന്നുണ്ട്. സ്റ്റെയർ കേസിന് താഴെയായിട്ടാണ് കറക്റ്റ് ഈ ഒരു ഡൈനിങ് ടേബിളിൻ്റെ ഏരിയ കൊടുത്തിരിക്കുന്നത്. സീലിംഗ് സിമ്പിളായിട്ട് നോർമൽ ഡിസൈനിലായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സും ഹാങ്ങിങ് ലൈറ്റ്സും ഒക്കെ കൊടുത്തിട്ടാണ് ഒരുക്കിയിട്ടുള്ളത്. 679/327 ഈ ഒരു ഡൈനിങ് ഹാളിൻ്റെ സൈസ് വരുന്നത്. വാഷ് ബേസിൻ്റെയും ഡൈനിങ് ടേബിളിൻ്റെയും ആ ഒരു സ്പേസ് ആട്ടോ ഈ ഒരു പറഞ്ഞ സൈസ്. ഇവിടെ ഈ ഒരു ഡൈനിങ് ഹാൾ 6 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ടേബിളും ചെയറും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മാർബിൾ പ്രിൻ്റോട് കൂടിയിട്ടുള്ള ഗ്ലാസ് ആണ് ടേബിൾ ടോപ്പിലായിട്ട് നൽകിയിരിക്കുന്നത്. വുഡ് വൈറ്റ് കോമ്പിനേഷനിൽ തന്നെയാണ് ഈ ഒരു വീടിൻ്റെ ഓരോ ഭാഗവും ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്ന് കിച്ചണിലേക്കുള്ള എൻട്രൻസ് ആണ് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. അവിടെ ആയിട്ടൊരു പർഗോള ഡിസൈൻ നൽകിയിട്ട് ഓപ്പൺ സ്റ്റോറേജ് ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിൽ നിന്ന് ഇവിടെ ഓപ്പൺ ആയിട്ടാണ് ഇവിടെ ഈ ഒരു വാഷ് ബേസിൻ്റെ ഏരിയ വരുന്നത്. ആ ഒരു ഭാഗത്തായിട്ട് സ്പോട്ട് ലൈറ്റ് കൊടുത്ത് സീലിംഗിലായിട്ടൊരു സ്റ്റാർ ഡിസൈൻ പോലെ ചെയ്തിട്ടുള്ള പ്രൊഫൈൽ ലൈറ്റ്സും അതുപോലെ ഹാങ്ങിങ് ലൈറ്റ്സുമാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു കോർണറിലായിട്ട് വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. താഴെ ഷെൽഫ് നൽകിയിട്ട് കൗണ്ടർ ടോപ്പിൽ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത്. വൈറ്റ് കളറിലായിട്ട് ബേസൺ നൽകിയിട്ട് മിററിന് ബാക്ക് സൈഡിലായിട്ട് വരുന്ന വാളിൽ ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ആ ഒരു മിററിന് മുകളിലായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് ഏരിയയോട് കൂടിയിട്ടുള്ള വുഡിൻ്റെ ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട്.
സിമ്പിളായി എന്ന അടിപൊളിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീട് മുഴുവൻ ഇൻറ്റീരിയർ ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് 1,50,000 രൂപയാണ്. ഇവിടുത്തെ പാർട്ടീഷൻ അതുപോലെ കിച്ചൺ വാർഡ്രോബ് എല്ലാം ഉൾപ്പെടെയാണ് 1,50,000 രൂപ വന്നിട്ടുള്ളത്. അലൂമിനിയം ഫാബ്രിക്കേഷനിലായിട്ടാണ് ഓരോ ഭാഗവും ഇവിടെ ചെയ്തിരിക്കുന്നത്. ഒരു പാർട്ടീഷൻ മൾട്ടിവുഡിലായിട്ടോ നൽകിയിരിക്കുന്നത്. ഡൈനിങ് ഹാളിലെ സ്റ്റെയർ കേസിന് താഴെയായിട്ടൊരു പർഗോള ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാഷ് ബേസിൻ്റെ ഏരിയയിൽ നിന്നായിട്ടാണ് 2 ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത്. റെഡിമെയ്ഡ് ഡോറാണ് ബെഡ്റൂമിനായിട്ട് കൊടുത്തിരിക്കുന്നത്. താഴെയായിട്ട് 2 ബെഡ്റൂം, മുകളിലായിട്ട് 2 ബെഡ്റൂം, അങ്ങനെയാണ് വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് റെഡിമെയ്ഡ് കോട്ടും റെഡിമെയ്ഡ് വാർഡ്രോബുമാണ് ബെഡ്റൂമിലായിട്ട് നൽകിയിട്ടുള്ളത്. സീലിംഗ് സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓരോ ബെഡ്റൂമും വളരെ സിമ്പിളായിട്ടാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. വിൻഡോക്കെല്ലാം ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന സീബ്ര ബ്ലൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. 397, 296 ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത്. ബെഡ്റൂമിൽ ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂം ഓപ്പൺ ചെയ്ത് 149, 152 ബാത്റൂമിൻ്റെ സൈസ് വരുന്നത്. ഒരു ബ്ലൂ വൈറ്റ് കോമ്പിനേഷനിലായിട്ട് വാളിൽ ടൈല് വിരിച്ചിട്ടുണ്ട്. ഫ്ലോറിലായിട്ടൊരു വൈറ്റ് ഷെയ്ഡിൽ വരുന്ന മാറ്റ് ഫിനിഷ് ടൈലാണ് വിരിച്ചിട്ടുള്ളത്. ബാത്റൂമിനായിട്ട് റെഡിമെയ്ഡ് ഡോറ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. നമ്മൾ ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നേരെ ഈ ഒരു വാഷ് ബേസിൻ്റെ ഏരിയയിലോട്ടാണ് എത്തുന്നത്. ഈ ഒരു ബെഡ്റൂമിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂമിനെല്ലാം സെയിം ഡിസൈനിൽ വരുന്ന ഡോറ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു കോഫി ഷെയ്ഡിലായിട്ടാണ് എല്ലാ ബെഡ്റൂമിനാണെങ്കിലും കിച്ചണൊക്കെ ഡോറിന് പെയിൻറ് വരുന്നത്. ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് 397, 297 സൈസ് വരുന്നത്. ബെഡ്റൂംസ് എല്ലാം സിമ്പിളായിട്ട് റെഡിമെയ്ഡ് കോട്ടും റെഡിമെയ്ഡ് വാർഡ്രോബുമാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ ഇവിടെയും വിൻഡോക്കായിട്ട് കോഫി ഷെയ്ഡിൽ വരുന്ന സീബ്ര ബ്ലൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. സീലിംഗ് നോർമൽ സിമ്പിളായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ബെഡ്റൂമിലായിട്ട് കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ് ബാത്റൂം വരുന്നത്. ഈ ഒരു ബാത്റൂമിനായിട്ട് സെയിം ഡിസൈനിൽ വരുന്ന ബാത്റൂം ഡോറ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ബാത്റൂം ഓപ്പൺ ചെയ്ത് 149, 152 സൈസ് വരുന്നത്. ഇവിടെ ഒരു ക്രീമി ഷെയ്ഡിലായിട്ടാണ് ബാത്റൂമിൽ ടൈല് വിരിച്ചിരിക്കുന്നത്. ഒരു പ്രിൻ്റോട് കൂടിയിട്ട് ടൈല് വോളിലായിട്ടും മാറ്റ് ഫിനിഷ് ടൈലാണ് ഫ്ലോറിലായിട്ടും വിരിച്ചിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നേരെ വാഷ് ബേസിൻ്റെ ഏരിയയിൽ നിന്നും ഡൈനിങ് ഹാളിൽ എത്തിയിട്ടുണ്ട്. ഡൈനിങ് ഹാളിൽ നിന്ന് ലിവിങ് ഏരിയ കഴിഞ്ഞ് തൊട്ടടുത്തായിട്ടാണ് സ്റ്റെയർ കേസിൻ്റെ ഏരിയ വരുന്നത്. സ്റ്റെയർ കേസ് ഇവിടെ ഹാൻഡ് റെയിൽ കൊടുത്തിരിക്കുന്നത് വുഡ് ഗ്ലാസ് കോമ്പിനേഷനിലായിട്ടാണ്. വുഡ് വരുന്ന ഭാഗം GIയിലായിട്ട് പെയിൻറ് കൊടുത്തതാണ്. സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്പിൽ മുഴുവനായിട്ടും താഴെ വിരിച്ചിട്ടുള്ള സെയിം ഡിസൈനിലുള്ള മാർബിൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 2 ലാൻഡിംഗ് ആണ് ഈ ഒരു സ്റ്റെയർ കേസിനായിട്ട് വരുന്നത്. 2 ലാൻഡിങ്ങിലായിട്ടും ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കേസിൻ്റെ ഈ ഒരു ഭാഗം ഡബിൾ ഹൈറ്റിലാണ് വരുന്നത്. അവിടെ ആയിട്ട് സിമ്പിളായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ്സും വോളിലായിട്ട് പർഗോള ഡിസൈനുമാണ് കൊടുത്തിരിക്കുന്നത്. വോളിലായിട്ടും ഹാങ്ങിങ് ലൈറ്റ്സ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ലാൻഡിങ് കഴിഞ്ഞ് നെക്സ്റ്റ് ലാൻഡിങ് കഴിഞ്ഞിട്ട് മുകളിലായിട്ട് അത്യാവശ്യം ചെറിയൊരു സ്പേസിലായിട്ടുള്ള ഹാള് വരുന്നുണ്ട്. ഈ ഒരു ഹാളിൻ്റെ സൈസ് വരുന്നത് 431, 327 ഹാളിലായിട്ടും ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വാളിലായിട്ട് പർഗോള ഡിസൈൻ നൽകിയിട്ട് അവിടെ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു പർഗോളയ്ക്ക് അടുത്തായിട്ട് ഈ ഒരു ഹാളിലായിട്ടൊരു കോമൺ ബാത്റൂമും കൂടെ വരുന്നുണ്ട്. മുകളിലെ ഹാളിൽ നിന്നും സ്റ്റെയർ കേസിൻ്റെ വ്യൂ ആട്ടോ ഇത്. മുകളിലായിട്ടും 2 ബെഡ്റൂമാണ് വരുന്നത്. ഇവിടെയാണ് ഒരു ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. താഴെ വരുന്ന ബെഡ്റൂം ഡോറിൻ്റെ സെയിം ഡിസൈനിൽ തന്നെയാണ് മുകളിലായിട്ടും ബെഡ്റൂം ഡോർ എല്ലാം നൽകിയിരിക്കുന്നത്. ഇവിടെ സിമ്പിളായിട്ട് റെഡിമെയ്ഡ് കോട്ടാണ് കൊടുത്തിരിക്കുന്നത്. വിൻഡോക്കായിട്ട് സീബ്ര ബ്ലൈൻസും കൂടെ നൽകിയിട്ടുണ്ട്. 300, 296 ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത്. ഈ ഒരു ബെഡ്റൂമിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നില്ല. ഹാളിൽ നിന്ന് തന്നെ കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കേസ് കഴിഞ്ഞ് വരുന്ന എവിടെയായിട്ട് ഓപ്പൺ ടെറസിലേക്കാണ് ഡോറ് വരുന്നത്. ഈ ഒരു പർഗോളയ്ക്ക് അടുത്തായിട്ടാണ് കോമൺ ബാത്റൂം വരുന്നത്. റെഡിമെയ്ഡ് ഡോറ് നൽകി ഈ ഒരു ബാത്റൂം ഓപ്പൺ ചെയ്ത് ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് 225, 152 ഈ ഒരു വീടിൻ്റെ പ്ലാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഈ ഒരു വീഡിയോയിലായിട്ടും ഉൾപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു ബാത്റൂം കഴിഞ്ഞ് ചെറിയൊരു പാസേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ആ ഒരു പാസേജ് ഏരിയയിൽ നിന്നായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് റെഡിമെയ്ഡ് കോട്ട് തന്നെയാണ് ബെഡ്റൂമിലായിട്ട് നൽകിയിട്ടുള്ളത്. ഇവിടെ സീലിങ്ങിലായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സും കൂടെ നൽകിയിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. വിൻഡോക്ക് സീബ്ര ബ്ലൈൻഡ്സ് കൊടുത്ത് ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്.
397 297 ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത്. ബാത്റൂം ഓപ്പൺ ചെയ്ത് താഴെ നൽകിയിട്ടുള്ള ബാത്റൂമിൻ്റെ സെയിം ഡിസൈനിലായിട്ടുള്ള ടൈലാണ് ഈ ഒരു ബാത്റൂമിനും കൊടുത്തിരിക്കുന്നത്. 152 149 ബാത്റൂമിൻ്റെ സൈസ് വരുന്നത്. ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ സ്റ്റെയർ കേസിൻ്റെ ഏരിയയിലെത്തി. ബെഡ്റൂമിൻ്റെ ഈ ഒരു പാസേജ് ഏരിയയിൽ നിന്നായിട്ടാണ് ബാൽക്കണിയിലേക്കുള്ള ഡോർ നൽകിയിട്ടുള്ളത്. വുഡിലായിട്ടാണ് ബാൽക്കണി ഡോർ ചെയ്തിരിക്കുന്നത്. ബാൽക്കണി ഓപ്പൺ ചെയ്ത് അവിടെ ആയിട്ട് വുഡ് ഗ്ലാസ് കോമ്പിനേഷനിലായിട്ട് ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എക്സ്റ്റീരിയറിൽ നിന്നായിട്ട് കാണുന്ന ആ ഒരു ജിയായ ഡിസൈൻ ആട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. അടിപൊളിയായി ചെയ്തിട്ടുള്ള ഈ ഒരു വീട്ടിലെ ഓരോ ഭാഗവും നമ്മൾ പരിചയപ്പെട്ടു. ഇനി നമുക്ക് വീടിൻ്റെ മെയിൻ ഭാഗമായിട്ടുള്ള കിച്ചൺ ഒന്ന് കാണാം. ഈ ഒരു ബാൽക്കണി കഴിഞ്ഞ് നേരെ സ്റ്റെയർ കേസിൻ്റെ ഭാഗത്തെത്തി. സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഡൈനിങ് ഹാളിൽ നിന്നായിട്ടാണ് കിച്ചണിലേക്കുള്ള എൻട്രൻസ് വരുന്നത്. ഈ ഒരു ഡൈനിങ് ടേബിളിൻ്റെ ഭാഗത്ത് നിന്നായിട്ട് ഇവിടെ ആയിട്ടാണ് കിച്ചണിലേക്കുള്ള ഡോറ് കൊടുത്തിരിക്കുന്നത്. വുഡ് ഗ്ലാസ് കോമ്പിനേഷനിലായിട്ടാണ് റെഡിമെയ്ഡ് ഡോറാണ് കിച്ചണിൽ നൽകിയിട്ടുള്ളത്. ഒരു സൈഡിലായിട്ടാണ് ഗ്ലാസിൻ്റെ ഭാഗം വരുന്നത്. ഈ ഒരു കിച്ചൺ ഓപ്പൺ ചെയ്ത് കിച്ചണിൻ്റെ സൈസ് വരുന്നത് 300 297 കിച്ചണും അതുപോലെ ഡൈനിങ് ഹാളിലായിട്ട് വരുന്ന സീലിംഗ്, ആ ഒരു പാർട്ടീഷൻ, സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് റെയിൽ ഉൾപ്പെടെ ആയിട്ടോ 1,50,000 രൂപ ഈ ഒരു വീടിന് ഇൻറ്റീരിയറിന് വന്നിട്ടുള്ളത്. അതുപോലെ ഈ ഒരു വീട് ഇൻറ്റീരിയർ ഉൾപ്പെടെയാണ് 36 ലക്ഷം രൂപ വന്നിട്ടുള്ളത്. സിമ്പിളായി എന്നാൽ അടിപൊളിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഉപകാരമാവുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ഒരു കിച്ചണിലെത്തി ഇവിടെ ആയിട്ട് സ്റ്റോർ റൂം നൽകിയിട്ടുണ്ട്. ഇവിടെ റാക്ക് വാർത്തിട്ടാണ് സ്റ്റോർ റൂം ചെയ്തിരിക്കുന്നത്. ഈ ഒരു കിച്ചണിലായിട്ട് അലൂമിനിയം ഫാബ്രിക്കേഷനിലായിട്ടാണ് കബോർഡ്സ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഗ്രീൻ ഷെയ്ഡിലായിട്ടാണ് ഇവിടെ കബോർഡ്സ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ അപ്പർ ക്യാബിനറ്റ് ആയിട്ട് വരുന്ന ഭാഗം വൈറ്റ് ഷെയ്ഡിലുമാണ് നൽകിയിരിക്കുന്നത്. കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് നൽകിയിട്ട് സ്ലാബ് വാർത്തിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഓരോ കബോർഡ്സിലായിട്ടും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഓരോ കബോർഡ്സിനും അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് ഓവൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഓവനോട് ചേർന്ന് വരുന്ന ആ ഒരു ഭാഗത്ത് തന്നെയായിട്ടാണ് സിങ്കും വരുന്നത്. ഫ്രിഡ്ജും ഈ ഒരു കിച്ചണിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഷോ കിച്ചണിൽ നിന്നും വർക്കിംഗ് കിച്ചണിലേക്കായിട്ട് ഡോർ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. വുഡിൽ തന്നെയാണ് ഈ ഒരു ഡോർ വരുന്നത്. ഡോർ ഓപ്പൺ ചെയ്ത് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു വർക്കിംഗ് കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. വിറകടുപ്പും ഗ്യാസും അതുപോലെ സിങ്കും എല്ലാം ഈ ഒരു കിച്ചണിൽ തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിലാണ് കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും കബോർഡ്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അപ്പർ ക്യാബിനറ്റായിട്ടും കബോർഡ് നൽകിയിട്ടുണ്ട്. ഇവിടെയാണ് സിങ്ക് വരുന്നത്. സിങ്കിൻ്റെ ആ ഒരു ഭാഗത്ത് തന്നെ പാത്രം വയ്ക്കാനായിട്ടുള്ള സ്റ്റാൻഡ് നൽകി ചുറ്റുമായിട്ട് ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വിറകടുപ്പ് വരുന്നത്. വിറകടുപ്പിൻ്റെ മുകളിലായിട്ട് ചിമ്മിണി വരുന്നുണ്ട്. 221 337 ഈ ഒരു വർക്കിംഗ് കിച്ചൻ്റെ സൈസ് വരുന്നത്. ഇവിടെ കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത്. വിറകടുപ്പിൻ്റെ ഭാഗത്തായിട്ടും വോളിലായിട്ട് ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഓപ്പൺ സ്റ്റോറേജ് ഏരിയ വരുന്നുണ്ട്. ഫെറോസിമെൻറ്റിലായിട്ട് തട്ട് നൽകിയിട്ടാണ് ആ ഒരു ഓപ്പൺ സ്റ്റോറേജ് ഏരിയ അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് ഗ്യാസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് ഗ്രീൻ ഷെയ്ഡിൽ തന്നെ അലൂമിനിയം ഫാബ്രിക്കേഷനിലായിട്ട് കബോർഡ്സ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് ബാക്ക് സൈഡിലേക്കുള്ള ഡോറ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ കിച്ചൺ മുഴുവനായിട്ടും വൈറ്റ് ഗ്ലോസി ടൈലാണ് നൽകിയിട്ടുള്ളത്. ബാക്ക് സൈഡ് ഓപ്പൺ ചെയ്ത് അവിടെ ആയിട്ട് അലക്കാനായിട്ടുള്ള സ്പേസും അതുപോലെ ബാത്റൂം നൽകിയിട്ടുണ്ട്. വാഷിംഗ് മെഷീനും ഈ ഒരു ബാക്ക് സൈഡിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭംഗിയായിട്ടുള്ള വീട് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഉപകാരമാവുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്